ദൈവനാമത്തിന് ഏവർക്കും സ്നേഹവന്ദനം. വളരെ വിശേഷതയേറിയൊരു പഠന പരമ്പരയുടെ മൂന്നാമത്തെ അവതരണത്തിലാണ്. നമ്മുടെ പഠന വിഷയം ക്രിസ്ത്യാനിയുടെ ലോകദർശനം. ഈ വിഷയത്തിൻ്റെ മൂന്നാമത്തെ അവതരണത്തിൽ എത്തി നിൽക്കുന്നു. കഴിഞ്ഞ 2 അവതരണങ്ങളിൽ നാം പഠിക്കാൻ പോകുന്ന, ചിന്തിക്കാൻ പോകുന്ന വിഷയത്തിൻ്റെ ഒരു ആമുഖം നാം അവതരിപ്പിച്ചു. ഇന്ന് 1-ാം അധ്യായം 1-ാമത്തെ പാഠം ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു സൂചന നാം നൽകിയിരുന്നു. 1-ാമത്തെ പാഠം ലോകത്തെക്കുറിച്ചാണ്. ലോകം. നാം മറ്റൊരു ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്. നാം എവിടേക്ക് പോകുന്നു എന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത് നാം ഇപ്പോൾ എവിടെയാണ് ആയിരിക്കുന്നത്. നാം ആയിരിക്കുന്നത് നശിക്കുവാൻ വേണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇടത്തിലാണ്. ഈ ലോകം നാശത്തിന് വേണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവഹിതപ്രകാരം, ദൈവപദ്ധതി പ്രകാരം ദൈവം ഒരു ദിവസം ഈ ഭൂമിയെ പൂർണ്ണമായിട്ട് കത്തിച്ച് നശിപ്പിച്ച് ഇല്ലാതാക്കും. ഈ ലോകം നാശത്തിലേക്ക് ആണ് മുന്നോട്ട് പോകുന്നതെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന ഒരു ചെറിയ ജനം, ദൈവമക്കളായി കർത്താവ് യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റ് വീണ്ടെടുക്കപ്പെട്ട ക്രിസ്ത്യാനി എന്ന് വചനപ്രകാരം വിശേഷിപ്പിക്കപ്പെടുന്ന വിശുദ്ധന്മാർ, അവർ പോകുന്നത് നിത്യതയിലേക്കാണ്, ഒരു സ്വർഗീയ വാസത്തിലേക്കാണ്. ഒരു വിശ്വാസി മരിക്കുമ്പോൾ സങ്കീർത്തനം 90:10 മോശയുടെ വാക്കുകൾ ഇപ്രകാരമാണ്. ഒരു ദൈവ പൈതലിൻ്റെ മരണസമയത്ത് സംഭവിക്കുന്നത്, 90-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാം വാക്യം പറയുന്നു, ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം, പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. ദൈവവചനം പറയുന്നത്, ഒരു ദൈവ പൈതൽ, ഒരു വിശ്വാസിയുടെ മരണസമയത്ത് ആ വ്യക്തി പറന്നു പോവുകയാണ് മറ്റൊരിടത്തേക്ക്. സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യപ്രകാരം നമുക്ക് ദൈവം നൽകി തന്ന ആത്മാവ് തിരിച്ച് ദൈവത്തിങ്കിലേക്ക് മടങ്ങിപ്പോകും. സഭാപ്രസംഗി 12:7 പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. കാരണം പൊടിയിലൂടെയാണ് നമ്മുടെ ശരീരത്തെ രൂപപ്പെടുത്തിയത്. ആ പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം വെളിപ്പെടുത്തുന്ന ഈ സ്വർഗീയ സത്യം, ഇതാണ് നമ്മെക്കുറിച്ച്, ശരീരത്തെക്കുറിച്ച്, ലോകത്തെക്കുറിച്ചൊക്കെയുള്ള ഏറ്റവും പരമമായ സത്യങ്ങൾ. അപ്പോൾ നാം ശരീരം ഭൂമിയിലേക്ക് പോകും, ആത്മാവ് നൽകിയ ദൈവത്തിലേക്ക് മടങ്ങിപ്പോകും. അങ്ങനെ നാം അതായത് ക്രിസ്തുവിനോടൊപ്പം നാം ആയിരിക്കും. നമ്മുടെ ശരീരം രൂപാന്തരപ്പെടും, തേജസ്കരിക്കപ്പെടും. ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന ആ ഒരു അവസ്ഥയാണ്. അതിനെക്കുറിച്ചും ദൈവവചനം കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം, ആ 2-ാം ലേഖനത്തിൻ്റെ 5-ാം അധ്യായം 1 മുതൽ 8 വരെ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി വിഷയം അവതരിപ്പിക്കും. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്നറിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ 8 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്ന പുതിയ ശരീരം, തേജസ്സുള്ള പുതിയ ശരീരത്തെക്കുറിച്ച് പൗലോസ് പറയും. അപ്പോൾ നാം നിത്യതയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിത്യതയാണ് എൻ്റെ ലക്ഷ്യം എന്ന തിരിച്ചറിവും സുബോധമുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ച് ഇവിടെ നാം എങ്ങനെ ആയിരിക്കണമെന്നുള്ളതിന് അർത്ഥം കിട്ടും. ഈ ഭൂമിയിൽ നാം എങ്ങനെ ജീവിക്കണം, ഭൂമിയിൽ ജീവിക്കുന്ന അർത്ഥമെന്ത് എന്ന് വ്യക്തമായി ബോധ്യപ്പെടും. ദൈവവചനം വെളിപ്പെടുത്തുന്നത് മരണത്തിനപ്പുറമുള്ള അസ്തിത്വത്തെക്കുറിച്ചാണ്. ദൈവം അത് വ്യക്തമാക്കുന്നു. മരണത്തിന് അപ്പുറമുള്ള അസ്തിത്വവും നിത്യതയിലേക്കുള്ള പ്രവേശനവും. ആയതിനാൽ ദൈവം തൻ്റെ വെളിപാടിലൂടെ വിശദീകരിക്കുന്നത് ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതം എന്ത് ഉദ്ദേശത്തിൽ നയിക്കപ്പെടണം. കാരണം മരണത്തിനപ്പുറം നിത്യതയിലൊരു വാസമുണ്ട്. അത് വ്യക്തമാണ്, സത്യമാണ് എന്നതുകൊണ്ട് ഇവിടെ നാം എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് നിർണായകമാണ്. ഇവിടെ എന്ത് ഉദ്ദേശത്തിൽ ജീവിക്കുന്നു. ഒരു വ്യക്തി തീർച്ചയായിട്ടും പറയാൻ കഴിയും, ഈ ഭൂമിയിലെ വാസത്തെക്കുറിച്ച് പൂർണ്ണമായ തിരിച്ചറിവ് എനിക്ക് ഒരിക്കലും ലഭിക്കില്ല ഇതിനപ്പുറമുള്ള ലോകത്തെക്കുറിച്ചുള്ള അറിവില്ലെങ്കിൽ. ഈ ഭൂമി മാത്രമാണ് എല്ലാം.
ഭൂമിയിലെ വാസം തന്നെയാണ്, അതുമാത്രമാണ് എല്ലാം. സ്വർഗവും നരകവുമൊക്കെ ഇവിടെ തന്നെയാണ്, ഈ ഭൂമി മാത്രമാണ് എല്ലാമെന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് യഥാർത്ഥ ജീവിതം നഷ്ടമാകും. നിത്യമായൊരു അസ്തിത്വമുണ്ടെന്നും മരണത്തിനപ്പുറമുള്ള ഒരു അവസ്ഥയുണ്ടെന്നുമെല്ലാം നിഷേധിക്കുന്ന വ്യക്തിക്ക് ഈ ലോക ജീവിതത്തെ ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. മരണത്തിനപ്പുറമുള്ള ജീവിതം, മരണത്തിനപ്പുറം ജീവിതത്തെക്കുറിച്ചുള്ള ബോധം, അർത്ഥം, തിരിച്ചറിവ് മരണത്തിന് മുമ്പുള്ള ഈ ഭൂമിയിലെ ജീവിതത്തിന് ഉദ്ദേശവും അർത്ഥവും അനുഗ്രഹവുമായി മാറും. അതുകൊണ്ടാണ് എപ്പോഴും പറയാറുള്ളത്, മരണത്തെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയ ഒരാൾക്കാണ് ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കി ജീവിക്കാൻ കഴിയുന്നത്. മരണത്തിനപ്പുറം ഒരു ജീവിതമില്ലെങ്കിൽ ഈ ലോകത്തിലെ ജീവിതത്തിന്, ഈ ഭൂമിയിലെ ജീവിതത്തിന് ഒരർത്ഥവുമില്ല. ഇവിടെ നാം കുടിക്കുക, ഭക്ഷിക്കുക, ആനന്ദിക്കുക എന്നുള്ളത് മാത്രമാകും. പൗലോസപ്പോസിൻ്റെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. പുനരുത്ഥാനത്തെക്കുറിച്ച് സംസാരിക്കുന്ന കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 15-ാം അധ്യായത്തിൽ പൗലോസപ്പോസ്തലൻ ഇപ്രകാരം അതിൻ്റെ 12 മുതലുള്ള വേദഭാഗത്തിൽ പറയും: ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റൊന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചുവെന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികളെന്ന് വരും. ഇവിടെ മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്നുള്ള വസ്തുത വ്യക്തമായി അത് നിഷേധിക്കുന്ന സമൂഹത്തോട് പൗലോസ് അസന്നിഗ്ധമായി പറയുകയാണ്. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല, ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. പിന്നെ എന്തിനാ വിശ്വാസം? മരണത്തിന് ശേഷം ഒന്നുമില്ലെങ്കിൽ എന്തിനാ വിശ്വാസ ജീവിതം? നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവർ മരിച്ചുപോയി. ശ്രദ്ധിക്കുക 19, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. ഈ ഭൂമിയിലെ ജീവിതം മാത്രമാണ് എല്ലാമെന്ന് വിചാരിക്കുന്നവൻ ലോകത്തിലുള്ള സകല മനുഷ്യരിലും അരിഷ്ടനാണ്. അപ്പോൾ ഈ ജീവിതത്തിനപ്പുറം മറ്റൊരു അസ്തിത്വമില്ലെങ്കിൽ, ഈ ലോകത്തിനപ്പുറം ഒരു അവസ്ഥയില്ല എങ്കിൽ നാം എല്ലാം ചലിക്കുന്ന പദാർത്ഥങ്ങൾ മാത്രം. ഈ നടക്കുന്ന ചലിക്കുന്ന പദാർത്ഥങ്ങൾ, ഒരു ലക്ഷ്യമില്ലാതെ അലഞ്ഞു തിരിയുന്ന പദാർത്ഥങ്ങൾ, മാറ്റർ ഇൻ മോഷൻ. അപ്പം ഈ ലോകത്തിനപ്പുറം ഒരു ജീവിതമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ദൈവം? ദൈവത്തിൻ്റെ ആവശ്യമില്ല. ദൈവത്തിൻ്റെ ആവശ്യമില്ലെങ്കിൽ ധാർമ്മികമായ നിലവാരങ്ങൾ, നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാനുള്ള ധാർമ്മിക സദാചാര നിയമങ്ങളുടെ ആവശ്യമില്ല. ധാർമ്മിക നിലവാരങ്ങളില്ലാതെ ഉപേക്ഷിക്കപ്പെട്ടു. കാരണം ധാർമ്മിക നിലവാരങ്ങൾ നമ്മുടെ ജീവിതത്തെ പിടിച്ചു നിർത്തുന്നത്, എന്ത് ചെയ്യണം എന്ത് ചെയ്യരുതെന്ന് നിയന്ത്രിച്ചു നിർത്തുന്നത്. ഇപ്പോൾ ഭൂമിക്കപ്പുറം ജീവിതത്തിനപ്പുറം മറ്റൊന്നില്ലെങ്കിൽ എൻ്റെ ആവശ്യമില്ല. ഈ ലോകത്തിനപ്പുറം മറ്റൊരു ജീവിതമില്ലെങ്കിൽ എൻ്റെ ആവശ്യമില്ല. കാരണം നിത്യമായ ഉദ്ദേശമില്ലെങ്കിൽ, നമുക്ക് നിത്യമായ വാസമില്ലെങ്കിൽ ഈ ഭൂമിയിൽ നമ്മൾ എങ്ങനെ ജീവിച്ചാലെന്താ? ഇവിടെ നമുക്ക് എങ്ങനെയും ജീവിക്കാം, എങ്ങനെയെങ്കിലും ജീവിച്ച് തീർക്കണമെന്നേ ഉള്ളൂ. ഇവിടെ നമ്മൾ ജീവിക്കുന്നതിനൊന്നും ഒരു ഉത്തരവാദിത്വം ആരോട് കൊടുക്കണ്ട. ഇപ്പം സമൂഹങ്ങൾക്ക് ധാർമ്മിക നിയന്ത്രണം നിർദ്ദേശങ്ങളില്ലെങ്കിൽ അവർ തകർന്നു വീഴും. ആശയക്കുഴപ്പത്തിൽ നിന്ന് ആശയക്കുഴപ്പത്തിലേക്ക് തകർന്ന് ഇല്ലാതാകും. പുതിയ സമൂഹങ്ങൾ ഉണ്ടായാലും അത് അപ്രകാരം തന്നെയാണ്. ഈ തകർച്ച തുടരും. ഇപ്പം നിത്യമായ പ്രത്യാശ ഇല്ലെങ്കിൽ ഒരിക്കലും ഒരു നിലവാരം, ശരിയും തെറ്റും നിയന്ത്രിക്കാൻ, സത്യവും ദുഷ്ടയും തമ്മിൽ വേർതിരിക്കാൻ ഒരു നിലവാരം ആവശ്യമായി വരുന്നില്ല. ഓരോ മനുഷ്യരും അവരുടെ സാഹചര്യത്തിൽ അവർക്ക് ഇഷ്ടമുള്ളത്, അവർക്ക് ശരിയെന്ന് തോന്നുന്നത് അവർ ചെയ്യും. അവരുടെ ധാർമ്മിക ജീവിതത്തിന് നല്ലതാണെന്ന് അവർ ചിന്തിക്കുന്നത് അവർ ചെയ്യും. അപ്പോൾ ഈ ജീവിതത്തിനപ്പുറം ഒരു നിത്യത ഇല്ല എങ്കിൽ ഒരു ധാർമ്മിക നിയമം ഒരിക്കലും ആവശ്യമില്ല. അങ്ങനെ ഒരു നിയമമില്ലെങ്കിൽ ഓരോരുത്തരും അവിടെ സ്വന്തം വഴികളിലൂടെ നടക്കും, സ്വന്തം വഴികൾ നടക്കും. അപ്പോൾ മനസ്സിൽ നിത്യമായ വാസം, ഈ ലോകം അവസാനിച്ചിട്ട് തേജസ്സിലേക്കുള്ള ഒരു അവസ്ഥയുണ്ട് എന്ന് മനസ്സിൽ നമുക്കാരുടെയും മനസ്സിലില്ലെങ്കിൽ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം
മാനുഷിക തത്വങ്ങളും സ്വയകേന്ദ്രീകൃത നിയമങ്ങളും. അവനിഷ്ടമുള്ളത്, അവന് പ്രിയപ്പെടുന്നത്, അവന് ശരിയെന്ന് തോന്നുന്നത് ഓരോരുത്തരും ചെയ്യും. ലോകം മുഴുവൻ ആശയക്കുഴപ്പത്തിലും സംഘർഷത്തിലും നാശത്തിലും എത്തിച്ചേരും. ആയതിനാൽ വളരെ പ്രാധാന്യമാണ് ഈ ലോകത്തിനപ്പുറം ഒരവസ്ഥ, സത്യം ഉണ്ട് എന്ന് നാം ബോധ്യപ്പെടുകയും അത് നമുക്ക് ഈ ലോകത്തിൽ ഒരു ജീവിതത്തിന് അർത്ഥം തരികയും ചെയ്യും. ഈ ലോക ജീവിതത്തിന് അർത്ഥവും മാനവും വ്യാപ്തിയും ഉദ്ദേശവും എല്ലാം സാധിക്കണമെങ്കിൽ, ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ ലോകത്തിന് അപ്പുറം ഒന്നുണ്ട്. അവിടേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ ബോധ്യം വേണം. നാം കഴിഞ്ഞ ദിവസം വ്യക്തമായി പറഞ്ഞു, ദൈവം ഉള്ളതുകൊണ്ട് പലവിധ ചോദ്യങ്ങൾ നമുക്കുണ്ടാകാം. ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരവുമുണ്ടാകും. ഇവിടെ ദൈവമുണ്ട് എന്ന സത്യം, ദൈവമുണ്ടെന്ന അടിസ്ഥാന സത്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ പല ചോദ്യങ്ങൾക്കും പല അന്വേഷണങ്ങൾക്കും ഉത്തരം ലഭിക്കും. നാം ചലിക്കുന്ന പദാർത്ഥങ്ങളല്ല. പ്രത്യാശയില്ലാതെ, ഉദ്ദേശമില്ലാതെ ഭൂമിയിൽ ജീവിച്ച് അവസാനിക്കുന്നവരല്ല. നാം തരം താഴ്ത്തപ്പെട്ട, തകർക്കപ്പെട്ട, ലോകത്തിലെല്ലാം തെറ്റായി മാത്രം നടക്കുന്ന ഒരിടത്ത് ഒരു ലക്ഷ്യമില്ലാതെ അലഞ്ഞു തിരിയുന്നവരല്ല. ദൈവമുണ്ട് എന്ന വാസ്തവം, സത്യം, യാഥാർത്ഥ്യം നാം അടിസ്ഥാനത്തിലിട്ട് കഴിഞ്ഞാൽ ജീവിതത്തിന് അർത്ഥമുണ്ടാകും. നാം നമ്മുടെ സ്വഭാവത്തിന്, നാം എങ്ങനെ പെരുമാറി എന്നുള്ളതിന് ഒരു കണക്ക് കൊടുക്കേണ്ട അവസ്ഥയുണ്ടെന്ന് ബോധ്യപ്പെടും. അങ്ങനെ വരുമ്പോൾ നാം ആരോടാണോ കണക്ക് കൊടുക്കേണ്ടത്, ആരുടെ മുമ്പിലാണോ ചെന്ന് നിന്ന് വിസ്തരിക്കപ്പെടുന്നത്, ആ വ്യക്തിയാൽ നൽകപ്പെട്ട നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. നാം ഒരു ദിവസം ഒരാളുടെ മുമ്പിൽ ചെന്ന് നിൽക്കുമെന്നും ആ വ്യക്തി നമ്മുടെ ജീവിതത്തെക്കുറിച്ച് കണക്ക് ചോദിക്കുമെന്ന് തിരിച്ചറിവ് കിട്ടുമ്പോൾ ആ വ്യക്തി നൽകിയിരിക്കുന്ന നിയമങ്ങൾ കേൾക്കാനും ശ്രദ്ധിക്കാനും നാം മനസ്സ് വയ്ക്കും. അപ്പോൾ ഈ വിധത്തിൽ നമ്മുടെ ധാർമ്മിക സ്വഭാവം ഈ ലോകത്തിനപ്പുറമുള്ള ആ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ക്രമീകരിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ആത്മികവും വൈകാരികവുമായ ഉറപ്പിന് വേണ്ടി ഒരു ശരിക്കുള്ള ശക്തമായ അടിസ്ഥാനം നമുക്ക് ആവശ്യമാണ്. ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ച ആ വലിയ ഉദ്ദേശം മനസ്സിലാക്കണം. നമ്മളെ അവിടെ ആക്കി വച്ചിരിക്കുകയാണ്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്തിൽ ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുമ്പോൾ അതോടൊപ്പം ലോകത്തിൽ ദൈവത്തിൻ്റെ വിളിക്കപ്പെട്ട, വേർതിരിക്കപ്പെട്ട ഒരു സമൂഹമുണ്ട്. ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ ഒരു ജനമുണ്ട്. അവിടെയാണ് ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുന്നത്. ദൈവത്തിൻ്റെ നീതിക്കനുസരിച്ച് ജീവിക്കുന്നൊരു സമൂഹം ദൈവം നമ്മുടെ ഭൂമിയിൽ ദൈവം വിളിച്ച് വേർതിരിച്ച് നിർത്തിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ സഭ എന്ന് നമുക്കതിനെ വിളിക്കാം. ദൈവത്തിൻ്റെ നിലവാരം, നീതിയുടെ നിലവാരം അനുസരിച്ച് ജീവിക്കുന്ന, ഹൃദയത്തിൽ ആ നിലവാരം കൊണ്ടു നടക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടുന്ന ഒരു ശേഷിപ്പ്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ കർത്താവ് യേശു തൻ്റെ ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ ഇപ്രകാരം പറയുകയുണ്ട്. യോഹന്നാൻ 15:19 തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ലോകക്കാർ ആയിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. അപ്പോൾ ലോകത്തിൽ നിന്ന്, അതായത് ലോകത്തിൻ്റെ മാലിന്യങ്ങൾ, ലോകത്തിൻ്റെ മോഹങ്ങൾ, ലോകത്തിൻ്റെ മറ്റു പല സ്വാധീന ശക്തികൾ, ഇതിൽ നിന്ന് ദൈവം വിളിച്ച് വേർതിരിച്ചൊരു ജനം ലോകത്തിൽ തന്നെയുണ്ട്. അതിനെയാണ് സഭ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ലോകത്തെ നാം മനസ്സിലാക്കുമ്പോൾ രണ്ട് ദർശനം വേണം, രണ്ട് ഉൾക്കാഴ്ച വേണം, രണ്ട് കാഴ്ചപ്പാട് വേണം. ഒന്ന് ഈ ഭൗതിക ലോകം, നമുക്ക് തൊട്ടറിയാൻ കഴിയുന്ന, രുചിച്ചറിയാൻ കഴിയുന്ന ഈ ഭൗതിക ലോകം. രണ്ടാമത്തേത് ഒരു ആത്മിക ലോകം അഥവാ സഭ. ഈ ഭൗതിക ലോകത്തിന് നടുവിൽ നിൽക്കുന്ന ഒരു ആത്മിക ലോകം. അപ്പോൾ ആദ്യത്തേത് ഭൗതിക ലോകം വാസ്തവത്തിൽ നിലനിൽക്കുന്നത്, ദൈവം വെച്ചിരിക്കുന്നത് ഈ രണ്ടാമത്തതിന് വേണ്ടിയാണ്. രണ്ടാമത്തതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഒന്നാമത്തതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ ഭൗതിക ലോകം നിലനിൽക്കുന്നത് ഈ ആത്മീയ ലോകമായ സഭയെ നിത്യത വരെ അത് നിൽക്കുവാൻ തക്കവണ്ണം, പോകുവാൻ തക്കവണ്ണം അതിനെ ഒരുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഭൗതിക ലോകത്തിൻ്റെ അർത്ഥം, അതിൻ്റെ ഉദ്ദേശം തിരിച്ചറിയപ്പെടുന്നത് ഇതിൻ്റെ നടുവിലുള്ള ദൈവജനം, സഭയുടെ പ്രകൃതിയും ഉദ്ദേശവും തിരിച്ചറിയുന്നതിലൂടെയാണ്. തുടർന്നുള്ള പാഠങ്ങൾ നമ്മൾ വിശദമാക്കും, അതുകൊണ്ട് ഭയപ്പെടേണ്ട. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവത്തിൻ്റെ നിത്യ പദ്ധതി പ്രകാരം നിൽക്കുന്ന സമൂഹം ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം ഈ ഭൂമിക്ക് നിലനിൽപ്പുണ്ട്. അവർ നിത്യതയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ്.
നിത്യമായ വാസത്തിനു വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു സമൂഹത്തെ ഭൂമിയിലാക്കി വച്ചിരിക്കുന്നു. അവരുള്ളത് കൊണ്ടാണ് ഈ ഭൗതിക ലോകവും നിലനിൽക്കുന്നത്. ഇപ്പം ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ചു. ആ സൃഷ്ടിച്ച ലോകത്തിൽ വിശ്വാസത്താൽ വീണ്ടെടുക്കപ്പെട്ടൊരു ജനമുണ്ട്. ദൈവത്തിൻ്റെ വിളിയോട് പ്രതികരിച്ച്, സൃഷ്ടി മുതൽ ദൈവത്തിൻ്റെ ശബ്ദത്തോട് പ്രതികരിച്ച്, അത് സൃഷ്ടിയുടെ അവസാനം വരെ, അത് ഭൂമിയെ നശിപ്പിക്കുന്നവരെയുള്ള കാലം, ഈ കാലത്തിൽ ഭൂമിയിലൊരു ജനം ദൈവത്തിൻ്റെ ശബ്ദത്തോട് പ്രതികരിച്ച് നിൽക്കുന്നവരുണ്ട്. അവരെക്കുറിച്ച് ബൈബിളിൽ പറയുന്നത് എഫേസ് ലേഖനം 1-ാം വാക്യത്തിൽ പൗലോസപ്പോസിൻ്റെ ഭാഷയിൽ ഇവരെ വിശേഷിപ്പിക്കുന്ന ഇപ്രകാരമാണ്. എഫേസ് ലേഖനം 1-ാം വാക്യം അവിടെ പറയുന്നു, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവരിൽ തിരഞ്ഞെടുത്തു. ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി നാം കാണപ്പെടേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം തിരഞ്ഞെടുത്ത സമൂഹമാണ് ഈ ഭൂമിയിലുള്ള ദൈവത്തിൻ്റെ ജനം. നാം സംസാരിക്കുന്ന യഥാർത്ഥ ദൈവമക്കളെക്കുറിച്ചാണ്. ഒരു കെട്ടിടത്തിൽ വന്നുകൂടിയിരിക്കുന്നവരെക്കുറിച്ച് മാത്രമാകണമെന്നില്ല. ആ കെട്ടിടത്തിൽ വരുന്ന എല്ലാവരും ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ പെട്ടവരാകണമെന്നില്ല. വിശുദ്ധിയോടുകൂടി ദൈവത്തിൻ്റെ നീതിയുടെ നിലവാരമനുസരിച്ച് ജീവിതം ക്രമീകരിച്ച് യേശുക്രിസ്തുവിനെ സ്നേഹിച്ച് ക്രിസ്തുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ ദൈവമക്കളെക്കുറിച്ചാണ് നാം എപ്പോഴും സഭ എന്ന് വിളിക്കുന്നത്. അവർ ലോകസ്ഥാപനത്തിന് മുമ്പേ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ്. ദൈവം അവരെ മുൻ നിയമിച്ചവരാണ്. എന്തിന്? നിത്യ തേജസ്സിലേക്ക്. ഇപ്പോൾ ഈ ലോക ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ വലിയ നിത്യ പദ്ധതിന് മുമ്പിൽ നോക്കുമ്പോൾ ഒരു ചെറിയ കാര്യം മാത്രമാണ്. സ്വർഗത്തിലേക്ക് പോകാനുള്ളൊരു സമൂഹത്തെ ഭൂമിയിലാക്കി വയ്ക്കാൻ വേണ്ടി മാത്രം. എഫേസ് ലേഖനത്തിൽ തന്നെ 1-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പൗലോസപ്പോസ്തലൻ വിശദീകരിച്ചത്. അവനിൽ നാം അവകാശവും പ്രാപിച്ചു. യേശുവിനെക്കുറിച്ചാണ്. അവനിൽ നാം അവകാശം പ്രാപിച്ചു. കർത്താവ് യേശുവിലേക്ക് കടന്നു വരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ അവകാശികളാകുന്നത്. തൻ്റെ ഹിതത്തിൻ്റെ ആലോചന, കാരണം ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവൻ്റെ നിർണയപ്രകാരം. എല്ലാം ദൈവം പ്രവർത്തിക്കുന്നത് തൻ്റെ ഉദ്ദേശം, തൻ്റെ നിർണയപ്രകാരമാണ്. മുൻ നിയമിക്കപ്പെട്ട് ദൈവം നമ്മളെ മുൻ നിയമിച്ചു. ലോകം എന്ന് പറഞ്ഞാൽ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ നമ്മെ മനസ്സിലാക്കി, നമ്മെ അറിഞ്ഞു. മുൻ നിയമിക്കപ്പെട്ടത് എന്തിനാണ്? മുമ്പിൽ കൂട്ടി ക്രിസ്തുവിൽ ആശ വെച്ചവരായ ഞങ്ങൾ അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കാകേണ്ടതിന് തന്നെ. അപ്പോൾ ദൈവം തൻ്റെ നിർണയപ്രകാരം സകലവും പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ നാം ഇത് വ്യക്തമായി മനസ്സിലാകുന്ന എപ്പോഴെന്നറിയാമോ? നമ്മൾ ഭൂമി വിട്ട് സ്വർഗത്തിൽ ചെന്നു 1000, 2000 കോടിക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ഭൂമിയിൽ എത്ര നാളുണ്ടായിരുന്നു? ഒരു കുറച്ച് 60, 70, 80, 90 വർഷം, കുറച്ച് കാലം ഈ ഭൗതിക ലോകത്തിലുണ്ടായിരുന്നു. അവിടുന്നാണ് ദൈവം നമ്മെ കർത്താവ് യേശുവിൻ്റെ വരവിലൂടെ നമ്മളെ നിത്യതയിൽ എത്തിച്ചത്. നിത്യത എന്ന് പറഞ്ഞാൽ നിത്യതയാണ്, അവസാനമില്ല. ഈ ഭൂമി എന്ന് പറയുന്ന ഒരു തൽക്കാലത്തേക്ക് ഒരു ചെറിയ ഒരു പൊട്ടുപോലെ ഒരു അവസ്ഥ മാത്രം. നിത്യതയിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഭൂമി ഒന്നുമല്ല, ഭൂമിയിലെ വാസം ഒന്നുമല്ല. ദൈവം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരു സമൂഹത്തെ വിളിച്ച് വേർതിരിച്ച് തിരഞ്ഞെടുത്ത് ഒരുക്കിയെടുത്തൊരു സ്ഥലം. അപ്പോൾ നാം വ്യക്തമായി മനസ്സിലാക്കേണ്ടത് ഈ സ്വർഗീയ ദർശനമാണ്, നിത്യതയുടെ ദർശനമാണ്. വിശ്വാസമാർഗത്തിൽ നമ്മെ പരിശീലിപ്പിക്കുന്നതിന്, നിത്യമായ വാസത്തിൽ നമ്മെ ഒരുക്കുന്നതിന്, അതായത് പുതിയ ആകാശ പുതിയ ഭൂമി എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലം, നിത്യമായ സ്ഥലമാണ്. ഈ ഭൂമിയല്ല. ഈ ഭൂമി കത്തിക്കരിഞ്ഞു പോകും. സകല മൂലപദാർത്ഥങ്ങളും കത്തിച്ചു കളയും. ഭൂമി ഇന്നുവനെ ഇല്ല. ഇവിടെ നിന്ന് ദൈവം ഒരു ജനത്തെ വിളിച്ച് തൻ്റെ വരവിങ്കൽ മരിച്ചവർ ആദ്യം എഴുന്നേൽക്കും, ജീവനോട് ശേഷിക്കുന്നവർക്ക് രൂപാന്തരപ്പെടും. അതിനുശേഷം അവരെയും കൊണ്ട് ദൈവം സ്വർഗത്തിൽ നിത്യതയിലേക്ക് പോകും. അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് നോക്കണം. ചിലപ്പോൾ അന്ന് ഭൂമി കാണില്ല. അപ്പോൾ നമ്മളായിരുന്ന ഭൂമി എവിടെ? ദൈവം കത്തിച്ച് കളഞ്ഞു. ഇപ്പോൾ സ്വർഗത്തിൽ എത്തിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ആക്കി വെച്ചെന്ന് മാത്രം. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്കെതിരെ 2-ാം ലേഖനത്തിൻ്റെ 5 മുതൽ അതിൻ്റെ 2-ാം ലേഖനത്തിൻ്റെ 2-ാം വാക്യം മുതൽ 5-ാം വാക്യം വരെ വായിക്കാം. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല, ഉടുപ്പുള്ളവരായിരിക്കും, അതായത് ശരീരത്തെക്കുറിച്ചാണ്, എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം, അതായത് ഞങ്ങളുടെ ശരീരത്തിൻ്റെ രൂപാന്തരം, സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനുമീതെ ധരിപ്പാൻ വാഞ്ചിക്കുകയാണ്. ഉരുവാനല്ല മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോയത്. മർത്യം എന്ന് പറഞ്ഞാൽ മരിക്കുന്നതാണ് നമ്മുടെ ഈ ശരീരം. മർത്യമായത് ജീവനാൽ, ജീവൻ അതായത് നിത്യമായ ജീവൻ നീങ്ങിപ്പോകേണ്ടത് മീതെ ഉടുക്കുവാൻ ഇച്ഛിക്കിയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. നമ്മൾ പലപ്പോഴും പറഞ്ഞു ഈ ഭാഷ ചിലപ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരും.
നമ്മൾ അനുഭവിച്ചിട്ടില്ല. നമുക്കിവിടെ ഈ ശരീരത്തിന് മാറ്റം വരും. ഇന്ന് രോഗമുണ്ട്, പലതരത്തിലുള്ള അസുഖമുണ്ട്, ക്ഷയമുണ്ട്, ഇതിൽ കുഷ്ഠരോഗമുണ്ട്, ക്യാൻസറുണ്ട്, മറ്റ് ഹൃദയ സംബന്ധമായ രോഗമുണ്ട്, ക്ഷീണമുണ്ട്, തളർച്ചയുണ്ട്, അസ്ഥിരോഗമുണ്ട്. ഇങ്ങനെ പല രോഗങ്ങളാൽ നിബിഡമാണ് നമ്മുടെ ശരീരം. ഇതങ്ങ് മാറും കർത്താവ് യേശുവിൻ്റെ വരവിൽ. ദൈവമക്കളെ സംബന്ധിച്ച് അവർ മറ്റൊരു ശരീരം കിട്ടും, മറ്റൊരു വസ്ത്രമെന്ന പോലെ. അത് നിത്യതയ്ക്ക് വേണ്ടി യോജിച്ച വസ്ത്രം. പത്രോസ് ഈ ലോകത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്. പത്രോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ പത്രോസിൻ്റെ വാക്കുകൾ കൂടെ നമുക്കൊന്ന് കേൾക്കാം. 2 പത്രോസ് 3:13 പറഞ്ഞു, എന്നാൽ നാം അവൻ്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിന് പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. പുതിയ ഭൂമി പുതിയ ആകാശം എന്ന് പറഞ്ഞ പ്രയോഗമാണ്, രൂപാലങ്കാരമാണ്. അത് ഈ ഭൂമിയെക്കുറിച്ചല്ല. ഭൂമി കത്തിക്കരിഞ്ഞു പോയാൽ പിന്നെ പുതിയ ഭൂമി പുതിയ ആകാശം, സൃഷ്ടിക്കപ്പെട്ട പുതിയൊരു വാസസ്ഥലമാണ്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഈ വിഷയം നമ്മൾ വിശദമായി ചിന്തിക്കാൻ ആരംഭിക്കുമ്പോൾ നമ്മൾ ഒരു പോയിൻ്റ് പറഞ്ഞ് തുടങ്ങാം, ബാക്കി അടുത്ത ദിവസം ചിന്തിക്കാം. നമ്മുടെ ഭൗതിക ലോകത്തിൻ്റെ പ്രതലം, ഭൗതിക ലോകത്തിൻ്റെ പരിതസ്ഥിതി, അതിനെക്കുറിച്ച് നമുക്ക് ആദ്യം ചിന്തിക്കാം. ഈ ലോകം നമ്മൾ കണ്ടു എവിടേക്ക് പോകുന്നു എന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് നാം ഇപ്പോൾ എവിടെയാണ് എന്നതിനെക്കുറിച്ച് നല്ല ബോധം വേണം. നമ്മൾ പഠിക്കുന്ന വിഷയം ക്രിസ്ത്യാനിയുടെ ലോകദർശനം. ഈ ദൈവവചനപ്രകാരമുള്ള ദർശനങ്ങൾ കൃത്യമായാൽ നമുക്കെല്ലാം നല്ല രീതിയിൽ കാണാൻ പറ്റും. മൂല്യങ്ങളുണ്ടാകും, സ്വഭാവത്തിന് മാറ്റം വരും. ഈ ഭൂമിയിലെ കാര്യങ്ങൾക്ക് വേണ്ടി അടിപിടി കൂടില്ല. ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി അപ്പനെ കൊല്ലുന്ന മക്കൾ, അമ്മയെ വെട്ടിക്കൊല്ലുന്ന മക്കൾ, തിരിച്ചും ദർശനമില്ലാത്തവർ, ബോധ്യമില്ലാത്തവർ, ബന്ധങ്ങളെ തകർത്തെറിയുന്നവർ, ഒരു ചെറിയ വസ്തുവിന് വേണ്ടി, ഒരു ചെറിയ നേട്ടത്തിന് വേണ്ടി. സംഭവിച്ചെന്തുകൊണ്ട്? ഈ ഭൂമി എന്താണെന്ന് അറിയാത്തതുകൊണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് ആരംഭിച്ചിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം, ബൈബിളിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു. ആദിയിൽ ദൈവം ആകാശഭൂമിയെ സൃഷ്ടിച്ചു. ദൈവം എന്താ ചെയ്തത്? ആകാശഭൂമിയെ സൃഷ്ടിച്ചു. എബ്രായ ലേഖൻ തൻ്റെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം പറയുന്നത്, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം. കാണാവുന്ന എന്തെങ്കിലും സാധനത്തെ ഉപയോഗിച്ചല്ല ഇതുണ്ടാക്കിയത്. ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്തിൽ അറിയുന്നു. ഇപ്പോൾ ദൈവവചനം, ദൈവം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. ആ അരുളപ്പാട്, ആ കൽപ്പന ആണ് ദൈവത്തിൻ്റെ ശക്തിയെ കാണിക്കുകയാണ്. അതാണ് എല്ലാം സൃഷ്ടിച്ചത്. അപ്പോൾ ഈ സൃഷ്ടി പ്രക്രിയയിൽ ആ വേദഭാഗത്തിൽ നമുക്ക് പറഞ്ഞിട്ടില്ലെങ്കിലും വ്യക്തമായി നമുക്ക് അനുമാനിക്കാൻ കഴിയുന്ന കാര്യം, ഈ സൃഷ്ടിക്കപ്പെട്ട ഭൂമിയിൽ ദൈവം പ്രകൃതി നിയമങ്ങളും വെച്ച്. പ്രകൃതി നിയമങ്ങളുണ്ട്. ഈ സൃഷ്ടിക്കപ്പെട്ട ഭൂമി എന്ന പ്രതലത്തെ ശരിക്കും നിയന്ത്രിച്ച് നിർത്തുവാൻ, മനുഷ്യൻ്റെ വാസയോഗ്യമാക്കി സംരക്ഷിക്കാൻ ഈ പ്രകൃതിയിൽ നിയമങ്ങളും വെച്ച്. നിയമങ്ങൾ വെച്ചില്ലെങ്കിൽ ഒരിക്കലും ശരിക്കും പോകില്ല. നിയമങ്ങൾ വെച്ച്. കൂടാതെ പ്രകൃതി നിയമം മാത്രമല്ല, ധാർമ്മിക സദാചാര നിയമം. കാരണം മനുഷ്യനെ സംബന്ധിച്ച് ബൈബിളിൽ പറയുന്നത്, ദൈവം മനുഷ്യനോട് കൊടുത്ത ആദ്യത്തെ കൽപ്പന ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറഞ്ഞത്, നിങ്ങൾ വർദ്ധിച്ച് പെരുകി സമുദ്രത്തിലെ വെള്ളത്തിൽ നിറവീനെന്നത് ദൈവം സകല മനുഷ്യരെക്കുറിച്ചും പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. വർദ്ധിച്ച് പെരുകുക. 28-ാം വാക്യം ഉൽപ്പത്തി 1, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരെ പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല ഭൂതല ജന്തുവിന്മേലും വാഴുകയും. നിങ്ങൾ പെരുകണം. അവിടെ മനുഷ്യൻ വർദ്ധിക്കും. ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അങ്ങനെ മനുഷ്യൻ ഭൂമി മുഴുവൻ നിറയുമെങ്കിൽ മനുഷ്യൻ ഒരാളല്ല. ഒരാളാണെങ്കിൽ പിന്നെ നിയമമൊന്നും വേണ്ട. ഇവിടെ പരസ്പരം ബന്ധപ്പെടുമ്പോൾ സൂക്ഷിക്കേണ്ട പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. താൻ മാത്രമേ ഉള്ളൂ. പക്ഷെ 2 പേരുണ്ടെങ്കിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ക്ഷമ, സഹനം, പരസ്പരമുള്ള ആശ്രയം, ഐക്യത, ഇങ്ങനെ പല നിയമങ്ങൾ വേണ്ടി വരും. അപ്പോൾ ഭൂമി മുഴുവൻ പെറ്റുപെരുകി ഭൂമി മുഴുവൻ മനുഷ്യൻ കൊണ്ട് നിറയുമ്പോൾ അവിടെ ധാർമ്മിക നിയമങ്ങളുടെ ആവശ്യം വരും. നാം മനുഷ്യൻ പരസ്പരം എങ്ങനെ പെരുമാറുമ്പോൾ എന്ത് സൂക്ഷിക്കണം, എന്ത് ശ്രദ്ധിക്കണം. ഇവിടെയാണ് ആദ്യമായിട്ട് നമ്മൾ കണ്ടത്, കയീൻ തൻ്റെ സഹോദരനെ കൊന്നു. ഒരുമിച്ച് വസിക്കാൻ പറ്റിയില്ല, ക്ഷമിക്കാൻ പറ്റിയില്ല, അംഗീകരിക്കാൻ പറ്റിയില്ല, ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഏതും തോട്ടം മുതലേ കുറ്റപ്പെടുത്തൽ തുടങ്ങി. ഒരുമിച്ച് ജീവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ധാർമ്മിക നിയമങ്ങൾ അവിടെ വെച്ചിന് തകർക്കപ്പെട്ടു. എന്നാൽ ദൈവത്തിൽ നിന്ന് അകന്നതിൻ്റെ ഭവിഷ്യത്ത്. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്ത ദിവസം കൂടുതലായിട്ട് ഈ ഭൗതിക ലോകത്തിൻ്റെ ഈ സാഹചര്യത്തെ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാം. അത് ഭൗതിക നിയമത്തെയും ധാർമ്മിക നിയമത്തെയും
നമ്മൾ വിശദമായി അടുത്ത പാഠത്തിൽ നമ്മൾ ചിന്തിക്കുന്നതാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. മറക്കരുത്, ഭൂമി നശിക്കാൻ പോവുകയാണ്. നാശത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുകയാണ്. എപ്പോൾ എന്ന് നമുക്കറിയില്ല. കർത്താവ് യേശു കള്ളനെ പോലെ വരും, അപ്രതീക്ഷിത സമയത്ത് വരും. ഈ ഭൂമി മുഴുവൻ നശിച്ചു പോകും. ഭൂമിയെ കത്തിച്ച് കളയുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ഭക്തരായി ജീവിച്ചവർ, മരിച്ചു പോയവർ, അവർ ആദ്യം എഴുന്നേൽക്കും. കർത്താവിൻ്റെ ശബ്ദം കേട്ട് കല്ലറകൾ തുറന്ന് എല്ലാവരും എഴുന്നേൽക്കും. പിന്നീട് ജീവനോടെ ശേഷിക്കുന്ന ദൈവഭക്തർ കർത്താവിൻ്റെ വരവിൽ അവർക്ക് മാറ്റം വരും. ഈ ഭൗതിക പ്രപഞ്ച നിയമങ്ങൾ, ഈ ലോകപ്രകാരമുള്ള നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ ബന്ധിതമായ നമ്മുടെ ശരീരത്തിൻ്റെ കെട്ടുപാടുകളിൽ നിന്ന് നമ്മൾ വിടുവിക്കപ്പെട്ട് തേജസ്കരിക്കപ്പെട്ട് പറന്നു പോകാൻ കഴിയുന്ന വിധത്തിൽ, മോശ പറഞ്ഞതുപോലെ പറന്നു പോകാൻ കഴിയുന്ന വിധത്തിൽ ഗുരുത്വാകർഷണ നിയമങ്ങളെ അതിജീവിച്ചുകൊണ്ട് കർത്താവിനോടൊപ്പം മേഘങ്ങളിൽ എടുക്കപ്പെടും. അങ്ങനെ എപ്പോഴും കർത്താവിനോട് നിത്യതയിൽ വസിക്കും. അപ്പോൾ ഈ ഒരു ദർശനം നമുക്ക് കിട്ടിയാൽ ഈ ഭൂമിയിലെ കാര്യങ്ങളിൽ നാം എങ്ങനെ ശ്രദ്ധിക്കുമെന്ന് വ്യക്തമാണ്. പരസ്പരമുള്ള ബന്ധം ശ്രദ്ധിക്കും. നമ്മളെത്ര നിസ്സാരമായിട്ടാണ് ബന്ധങ്ങളെ തകർത്തെറിയുന്നത്. ദൈവമക്കളുടെ ഇടയിൽ പോലും അത് കൊണ്ടുവരാൻ പോകുന്ന ഭവിഷ്യത്ത് നിത്യ നരകത്തിലേക്കായിരിക്കും. പക്ഷെ അതറിയില്ല പലർക്കും. നിത്യതയുണ്ട്, അത് സ്വർഗം മാത്രമല്ല, മറുവശത്ത് നരകമുണ്ട്. നമ്മൾ പഠിക്കും നമ്മുടെ പഠനത്തിൽ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകൾ തുറന്ന് നമുക്ക് ജീവിക്കാം, ബോധത്തോടെ ജീവിക്കാം. ഭൂമിയിൽ ദൈവമക്കൾ, അതുകൊണ്ടാണ് ഇത് ക്രിസ്തീയ ലോകദർശനം എന്ന് വിളിക്കുന്നത്. യഥാർത്ഥ സത്യം ഭൂമിയിൽ അറിയാൻ കഴിയുന്ന ഏക വിഭാഗം ദൈവമക്കൾ മാത്രമാണ്. ദൈവം തന്ന കൃപയോർത്ത് ദൈവത്തെ ഒന്നും മഹത്വപ്പെടുത്തുക. ദൈവം നിങ്ങളെ സഹായിക്കും.